ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. ഇന്ന് വടക്കൻ സാർ വന്നിട്ടുള്ളത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ വെയിറ്റേജിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 13 ചാപ്റ്റേഴ്സാണ് ശരിക്കും പഠിക്കാനുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എല്ലാ ചാപ്റ്ററും നമുക്ക് ഒരുപോലെ പഠിക്കേണ്ടതുണ്ടോ, എന്നാൽ മാത്രമാണോ A+ കിട്ടുക എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് നമ്മൾ വെയിറ്റേജ് അധികം കൊടുക്കേണ്ടത്, അതായത് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, യെസ്, നമ്മൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് യെസ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ മക്കളെ? നമ്മുടെ ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ നോക്കിയേ, ഈ ചാപ്റ്ററിന് ഏകദേശം 8 മാർക്കിനാണ് ഈ ഒരു പാഠത്തിൽ നിന്നും ചോദ്യമായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന ഭാഗം അല്ലെ, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, ഇതിൽ നിന്നും ഏകദേശം 8 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നുണ്ട്. അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ വേറൊരു ചാപ്റ്റർ കൂടി ഉണ്ട്, നമുക്കറിയാം. അത് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 7 മാർക്കാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ശരിക്കും അരിത്തമെറ്റിക് സീക്വൻസ് ഒരു ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ AS എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ 7+8 15 മാർക്കിന് അരിത്തമെറ്റിക് സീക്വൻസ് നിന്ന് മാത്രം ചോദിക്കുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് അതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ കണ്ടോ, അതും 10% ആണ്. അപ്പം 10%ൻ്റെ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? ജോമെട്രി ആൻഡ് അൽജിബ്ര, അതുപോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്ര, പിന്നെ ട്രിഗ്നോമെട്രി. ഇനി സെക്കൻഡ് വെയിറ്റേജിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ വെയിറ്റേജുള്ള മാർക്കുകളുള്ള ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്ന് നോക്കുന്ന സമയത്ത് 8.75 ആണ് അതിൻ്റെ തൊട്ട് താഴത്തുള്ളത്. അത് 7 മാർക്സിനാണ്. അത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു 3 ചാപ്റ്ററാണ് അതിൻ്റെ തൊട്ട് താഴെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ 7 മാർക്സിനാണ് നമുക്ക് എന്താക്കുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ടാൻജൻസ് എന്ന് പറയുന്നതിൽ നിന്നും 7 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി സ്റ്റാറ്റിറ്റിക്സ്, അതുപോലെ തന്നെ സോളിഡ്സ് ശ്രദ്ധിക്കണേ. ഏതൊക്കെയാണ്? സ്റ്റാറ്റിറ്റിക്സും അതുപോലെ തന്നെ സോളിഡ്സും. നോക്കിയേ, സ്റ്റാറ്റിറ്റിക്സിൽ നിന്നും 6 മാർക്സിന് വരുന്നുണ്ട്. ആസ് വെൽ ആസ് നമ്മുടെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്സിന് വരുന്നുണ്ട്. ഇത്രയാണ് വെയിറ്റേജ്, ഈ ഒരു വെയിറ്റേജിൽ വരുന്ന ചാപ്റ്റേഴ്സ്. അത്യാവശ്യം നല്ലൊരു മാർക്കാണ് 6 മാർക്സ്, അതുപോലെ തന്നെ 7 മാർക്സ്, 8 മാർക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത്, കുറച്ചൊന്ന് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പോലത്തെ ചാപ്റ്റേഴ്സ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന് 5 മാർക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 5 മാർക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ചാപ്റ്റേഴ്സ് എന്നറിയോ? നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ പോളിനോമിയൽ എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ 2 ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ 4 മാർക്സ് വീതമാണ് വരുന്നത്. 4 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സെക്കൻഡ് ഡിഗ്രിയും പോളിനോമിയലും ടഫ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എക്സും വൈയും ഒക്കെ കാണുന്ന സമയത്ത് മാത്തമാറ്റിക്സ് പലപ്പോഴും പല കുട്ടികൾക്കും ടഫ് ആവാറുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും. കാരണം 72 മാർക്സ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടും. ഇനി 72 ഒന്നും നമ്മുടെ A+ന് വേണ്ട, നമുക്കറിയാം അല്ലേ? എത്ര മാർക്ക് മതി? 70 മാർക്സ് മതി. അപ്പോൾ ഇൻ കേസ് നന്നായിട്ട് ഈ 2 ചാപ്റ്റർ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടിയേക്കാം? A+ കിട്ടിയേക്കാം. പക്ഷേ അങ്ങനെ റിസ്ക് എടുക്കണമെന്നില്ല. നിങ്ങളെല്ലാം പഠിച്ചിട്ട് അതിൽ നിന്നും ഏതെങ്കിലും 2 മിസ്സായി കഴിഞ്ഞാലും, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഡൗട്ട് അടിച്ച് കഴിഞ്ഞാലും ഡോണ്ട് വറി, ഈ പറഞ്ഞ ചാപ്റ്റർ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബോണസ് പോയിന്റ് ആയിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ സാറ് പഠിക്കുന്ന സമയത്ത് സാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സെക്കൻഡ് ഡിഗ്രി, അതുപോലെ തന്നെ പോളിനോമിയലും. ഇപ്പോഴാണ് സാർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, എടുക്കാൻ ഇഷ്ടമുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ 2 ചാപ്റ്ററാണ്. കാരണം എന്താ പറയുക, ഇതാണ് വളരെ ഈസി ആയിട്ടുള്ളത്. പക്ഷേ ചില കുട്ടികൾക്ക്, ഞാനൊക്കെ പണ്ട് എക്സും വൈയും ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ ഈ എക്സും വൈയിനെയൊക്കെ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ചാപ്റ്ററും ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളുണ്ട്. ഏതൊക്കെയാണ്? ഈ അരിത്തമെറ്റിക് സീക്വൻസും, അതുപോലെ തന്നെ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്ര എന്ന് പറയുന്നതും. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് എത്ര മാർക്ക് കിട്ടും? 15 മാർക്ക് കിട്ടും, 15 മാർക്സ്. ഇനി നമ്മളെ സർക്കിൾസിൻ്റെ പാഠങ്ങളുണ്ട് അല്ലേ? സർക്കിൾസ്, അതുപോലെ തന്നെ ടാൻജൻസ്, അതുപോലെ തന്നെ സർക്കിൾസ് ആൻഡ് ലൈന്.
ഈ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 19 മാർക്ക് കിട്ടും. കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിച്ചതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും പോളിനോമിയലും കൂടിയും ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് 8 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഈ രീതിയിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്റ്സ് ആൻഡ് ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന ഈ ചാപ്റ്റർ, ഇത് രണ്ടും കൂടി പഠിച്ചാൽ നമുക്ക് 13 മാർക്ക് കിട്ടും. 13 മാർക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. അതും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ക്ലബ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ പഠിക്കണ്ട എന്ന് പറയുന്നില്ല. ഈവൻ ദോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ഏതൊക്കെ? ഒന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അതുപോലെ തന്നെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? A+ അടിച്ചെടുക്കാൻ പറ്റും. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ സ്റ്റെലിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RKNX. ബൈ, സീ യു ലേറ്റർ.